തോമസ് കെ തോമസ് NCPയുടെ പുതിയ അധ്യക്ഷനായേക്കും. പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് PC ചാക്കോ രാജിവെച്ചതിനു പിന്നാലെയാണ് പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ ആരംഭിച്ചത്. PM സുരേഷ് ബാബുവിന്റെ പേരാണ് PC ചാക്കോ നിർദ്ദേശിച്ചത്. മുക്കം മുഹമ്മദാണ് AK ശശീന്ദ്രൻ വിഭാഗത്തിന്റെ പരിഗണനയിലുള്ളത്. നിർണായക സംസ്ഥാന കമ്മിറ്റി ഈ മാസം 18-ന് ചേരും. PC ചാക്കോയുടെ രാജി NCPയെ ബാധിക്കില്ല എന്ന് TP പീതാംബരൻ വ്യക്തമാക്കി. അദ്ദേഹം ഒഴിയാൻ ശ്രമിക്കാനുള്ള സർക്കാരിലെന്ന് പറഞ്ഞു. പ്രയാസം എന്നോട് പറഞ്ഞു, ചില പ്രശ്നങ്ങൾ അയാൾക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. എനിക്ക് പ്രതിസന്ധിയൊന്നുമില്ല. പ്രസിഡന്റ് രാജിവെച്ചെന്ന് പറഞ്ഞാൽ വേറെ പ്രസിഡന്റ് വരും. അത് പ്രസിഡന്റ് അവിടുത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് അംഗീകരിക്കണമല്ലോ. അത് അങ്ങനെയൊക്കെയാണ് അയച്ചു കൊടുത്തിട്ടുണ്ട് രാജി. കാരണമൊന്നുമില്ല. കാരണം എന്താ പാർട്ടിയിൽ അയാൾക്കുള്ള ചില അസൗകര്യങ്ങൾ തന്നെ വേറെ കാര്യമൊന്നുമില്ല. പ്രതിനിധികൾ VS രഞ്ജിത്ത്, റഹീസ് റഷീദ്, ലേബി സജീന്ദ്രൻ എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം VS രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ PC ചാക്കോ രാജി തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്? PC ചാക്കോ പാർട്ടി യോഗത്തിൽ നടത്തിയ പ്രതികരണം പാർട്ടി നേതാക്കൾ തന്നെ പുറത്തേക്ക് വിടുന്നു. അതിൽ പിണറായി വിജയനെതിരായ പരാമർശം ഉണ്ടാകുന്നു. അങ്ങനെ പ്രതിരോധത്തിലാകുന്നു. ഇപ്പോൾ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് PC ചാക്കോ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നത്. ഇപ്പോൾ ആ പക്ഷവും PC ചാക്കോയെ കൈവിട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, തീർച്ചയായും 2021 NCPയിലേക്ക് PC ചാക്കോ വരുമ്പോൾ TP പീതാംബരം മാസ്റ്ററാണ് NCPയിലേക്ക് PC ചാക്കോയെ ക്ഷണിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് NCPയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് PC ചാക്കോ രാജിവെക്കുന്നത്. അതിനെ തുടർന്ന് TP പീതാംബരം മാഷ് NCPയിലേക്ക് ക്ഷണിക്കുന്നു. TP പീതാംബരം മാഷ് ഒഴിഞ്ഞപ്പോൾ ആ പദവിയിലേക്ക് സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം മാറുന്നു. PC ചാക്കോ മാറുന്നു. തുടക്കത്തിൽ AK ശശീന്ദ്രൻ വിഭാഗത്തിനൊപ്പമായിരുന്നു PC ചാക്കോ. മന്ത്രിസ്ഥാനം പങ്കിട്ടെടുക്കേണ്ടതില്ല, 5 വർഷം AK ശശീന്ദ്രൻ തുടർച്ചയായി മന്ത്രിയാവുമെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ആളാണ് PC ചാക്കോ. പക്ഷേ പാർട്ടിക്കുള്ളിൽ AK ശശീന്ദ്രനും PC ചാക്കോയും ഉടക്കിയപ്പോഴാണ് ശശീന്ദ്രനെ ഇറക്കിവിട്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ളൊരു നീക്കം PC ചാക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ തോമസ് കെ തോമസിന് മന്ത്രിയാവണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കി തോമസ് കെ തോമസിനെ കൂടെ നിർത്തി AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് പുറത്താക്കാനായിരുന്നു PC ചാക്കോ ശ്രമിച്ചത്. അങ്ങനെ തോമസ് കെ തോമസുമായി കൂട്ടുചേർന്നുള്ള നീക്കം പരാജയപ്പെട്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് നയിച്ചത്. AK ശശീന്ദ്രൻ വിഭാഗം അതിശക്തമായി തന്നെ PC ചാക്കോക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പാർട്ടിക്കുള്ളിൽ വലിയൊരു ഒപ്പുശേഖരണം നടത്തി ദേശീയ അധ്യക്ഷനെ അറിയിച്ച് PC ചാക്കോയെ പുറത്താക്കാനുള്ള നീക്കങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ പുറത്താക്കൽ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് പുകച്ചു പുറത്ത് ചാടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുമ്പോൾ പകരം ആര് സംസ്ഥാന അധ്യക്ഷനാകും എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും PC ചാക്കോ നിർദ്ദേശിക്കുന്ന പേരാണെങ്കിൽ അത് PM സുരേഷ് ബാബുവിനായിരിക്കും സാധ്യത. പക്ഷേ കഴിഞ്ഞ ദിവസം NCPയിലെ ശശീന്ദ്ര വിഭാഗം ചേർന്ന ഒരു അനൗദ്യോഗികമായ യോഗത്തിൽ തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കാം എന്നൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. കാരണം AK ശശീന്ദ്രനെതിരായിരുന്നു തോമസ് കെ തോമസ് ഈ കാലയളവിലൊക്കെ. തോമസ് കെ തോമസിനെ കൂട്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും തോമസ് കെ തോമസിന് എന്തെങ്കിലും പദവി കൊടുക്കേണ്ടി വരും. ആ പദവി എന്ന അർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ PC ചാക്കോ എത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. PC ചാക്കോയെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് കോൺഗ്രസ് വിട്ടു, AK ആന്റണിക്കൊപ്പം കോൺഗ്രസ് വിട്ട ആളാണ്. ആ കൂട്ടത്തിലേക്ക് തന്നെ വീണ്ടും NCPയിലേക്ക് എത്തിയിട്ടും അദ്ദേഹത്തിന് NCPക്കുള്ളിൽ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.